ഗണിതശാസ്ത്രത്തിലെ അതിമനോഹരമായ ഒരു കഥയാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത്. 300-ലധികം വർഷം അനവധി പ്രഗത്ഭരായിട്ടുള്ള മാത്തമെറ്റീഷ്യൻസിൻ്റെ ഉറക്കം കെടുത്തിയ ഒരു വലിയ മാത്തമെറ്റിക്കൽ പ്രോബ്ലം. ആ പ്രോബ്ലം ശരിക്കും ആരംഭിക്കുന്നത് 1630കളിലായിരുന്നു. ആ കാലഘട്ടത്തിൽ ഫ്രാൻസിൽ ജീവിച്ചിരുന്ന ഒരു വക്കീലാണ് പിയറി ഡെ ഫെർമാറ്റ്. വൈകുന്നേരം വക്കീൽ പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഹോബി ആരംഭിക്കും. ചീട്ടുകളിയോ വട്ടുകളിയോ ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ ഹോബി, മാത്സ് ആണ്. മാത്തമെറ്റിക്കൽ പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഹോബി. 1630കളിൽ അദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച തിയറം പൈതഗോറസ് തിയറമാണ്. പൈതഗോറസ് തിയറം നമുക്കെല്ലാവർക്കും അറിയാം. ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ 3 വശങ്ങൾ കണ്ടെത്താനുള്ള ഒരു സമവാക്യമാണ്. x² + y² = z². എക്സിനും വൈക്കും ഇസഡിനും ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് അക്കങ്ങളുണ്ട്. ഉദാഹരണത്തിന് 3, 4, 5. ഇതിനെ നമുക്ക് സമവാക്യത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 3² + 4² = 5². 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, 5ൻ്റെ സ്ക്വയർ 25. 9ഉം 16ഉം കൂട്ടിക്കഴിഞ്ഞാൽ 25. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ഇൻഫൈനൈറ്റ് സൊല്യൂഷൻസ് ഉണ്ട്. എല്ലാം റിയൽ നമ്പേഴ്സാണ്, എല്ലാം നാച്ചുറൽ നമ്പേഴ്സാണ്. 1 മുതൽ ആരംഭിച്ച് അങ്ങ് ഇൻഫിനിറ്റി വരെ പോകുന്ന ദശാംശ ചിഹ്നമില്ലാത്ത അക്കങ്ങൾ 1, 2, 3, 4 അങ്ങനെ അങ്ങ് പോകും. അദ്ദേഹം പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. x² + y² = z² എന്ന സമവാക്യത്തിലാണല്ലോ ഇത്രയധികം നമുക്ക് സൊല്യൂഷൻസ് കിട്ടുന്നത്. ആ മുകളിലുള്ള 2 അങ്ങ് മാറ്റാം. 2 മാറ്റിയിട്ട് അവിടെ 3 ഇട്ട് കൊടുത്താലോ? x³ + y³ = z³. ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? സൊല്യൂഷൻ കിട്ടും, പക്ഷേ ദശാംശ ചിഹ്നമുള്ള സൊല്യൂഷൻസ് ആയിരിക്കും, അല്ലാതെ നമുക്കൊരു നാച്ചുറൽ നമ്പർ കിട്ടില്ല. അദ്ദേഹം അത് പ്രൂവ് ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അതിൻ്റെ പ്രൂഫൊന്നും അദ്ദേഹം എങ്ങും കൊടുത്തില്ല. പകരം അദ്ദേഹം സ്ഥിരമായി വായിക്കുന്ന ഒരു ഏൻഷ്യൻ ഫ്രഞ്ച് പുസ്തകത്തിൻ്റെ കോർണറിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി വെച്ചു: ഇതിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, എന്നാൽ അതെഴുതാൻ ഇത്രയും സ്ഥലം പോരാ. അതിൻ്റെ അർത്ഥം അദ്ദേഹം വേറെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെന്നല്ല, അദ്ദേഹം എങ്ങും എഴുതി വെച്ചിട്ടില്ല. ആ ഗ്രീക്ക് ടെക്സ്റ്റിനുള്ളിൽ എഴുതിയിരുന്ന ആ ചെറിയ വാചകങ്ങൾ, അത് ശരിക്കും 8ൻ്റെ പണിയാണ് പിന്നീട് വന്ന മാത്തമെറ്റീഷ്യൻസിന് കൊടുത്തത്. പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് മാത്തമെറ്റീഷ്യൻസ് വന്നു, പക്ഷേ എല്ലാവരും പരാജയപ്പെട്ടു പോയി. ഇതിനിടയിൽ പ്രശസ്തനായിട്ടുള്ള ലിയോൺഹാർഡ് ഓയിലറുണ്ട്. ഓയിലർ ഒരു സൊല്യൂഷൻ കണ്ടെത്തി. അദ്ദേഹം x³ y³ സൊല്യൂഷനാണ് കണ്ടെത്തിയത്. x³ + y³ = z³. ഇതിന് ഒരു രീതിയിലുള്ള നാച്ചുറൽ നമ്പേഴ്സും സൊല്യൂഷൻസായിട്ട് കിട്ടത്തില്ലെന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തു. പക്ഷേ ഇത് x³ മാത്രമല്ലേ ബാധകം? ഓയിലർ എഴുതി വച്ചത് എല്ലാ നമ്പേഴ്സിനും, അതായത് എക്സിൻ്റെ മുകളിൽ എക്സിൻ്റെ പവറായിട്ട് വരുന്ന എല്ലാ നാച്ചുറൽ നമ്പേഴ്സിൻ്റെയും പ്രൂഫ് അദ്ദേഹത്തിൻ്റെ പക്കലുണ്ടെന്നാണ്. പക്ഷേ ഓയിലർ കണ്ടെത്തിയത് x³ മാത്രമാണ്. ഇനി നമുക്ക് അല്പം മുന്നോട്ട് പോകാം. 18ാം നൂറ്റാണ്ട്. ആ കാലഘട്ടത്തിൽ ഫ്രാൻസിൽ ജീവിച്ചിരുന്ന ഒരു സുന്ദരിയായ യുവതി ഉണ്ടായിരുന്നു, സോഫി. സോഫിക്ക് ഗണിതശാസ്ത്രത്തോട് അടക്കാനാവാത്ത അധിനിവേശമുണ്ട്. പക്ഷേ ഫ്രാൻസിൽ ആ കാലഘട്ടത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ട്. സ്ത്രീയാണോ, നിങ്ങൾക്ക് മാത്സ് പഠിക്കാനുള്ള അനുവാദമില്ല. പക്ഷേ സോഫിക്ക് മാത്സ് പഠിച്ചേ മതിയാകൂ. അതാണ് അവളുടെ ഡ്രീം. അതുകൊണ്ട് തന്നെ ചില വളഞ്ഞ രീതിയിൽ അവൾ യൂണിവേഴ്സിറ്റി കോളേജുകളിലൊക്കെ പഠിപ്പിക്കുന്ന മാത്സ് നോട്ടുകൾ കരസ്ഥമാക്കി. അങ്ങനെ ആ നോട്ടുകൾ ഉപയോഗിച്ച് അവൾ സ്വയം പഠിക്കാൻ തുടങ്ങി. സ്വയം പഠിക്കുക മാത്രമല്ല, പിന്നീട് സ്വന്തമായിട്ട് പല പ്രൂഫുകളും അവൾ എഴുതിയുണ്ടാക്കി. അങ്ങനെ സ്വന്തമായിട്ട് എഴുതി കൈ വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ലല്ലോ, അത് പുറം ലോകത്തെ കാണിക്കണം. പക്ഷേ ഒരു യുവതിയായ താൻ മാത്സ് പഠിക്കുന്നത് ശരിക്കും ആ കാലഘട്ടത്തിൽ ആർക്കും അംഗീകരിക്കാൻ സാധിക്കത്തില്ല. അങ്ങനെയുള്ളൊരു സമൂഹത്തിൻ്റെ മുമ്പിൽ എങ്ങനെയാണ് ഇത് എൻ്റെ സൊല്യൂഷൻസ് ആണെന്ന് പറഞ്ഞ് കാണിക്കാൻ കഴിയുന്നത്? ഒടുവിൽ അവളൊരു മാർഗം കണ്ടെത്തി. ആ കാലഘട്ടത്തിൽ ഫ്രാൻസിൽ ജീവിച്ചിരുന്ന പ്രശസ്തനായിട്ടുള്ള മാത്തമെറ്റീഷ്യനായ ജോസഫ് ലൂയിസ് ലഗ്രാഞ്ചയ്ക്ക് ഒരു കത്തയച്ചു. അവർ കണ്ടെത്തിയിരുന്ന പല സൊല്യൂഷൻസുമാണ് കത്തിൻ്റെ രൂപത്തിൽ അന്ന് അയച്ചു കൊടുത്തത്. പക്ഷേ ആരാണ് കത്ത് അയക്കുന്നതെന്ന് ആ കത്തിൽ മെൻഷൻ ചെയ്യണമല്ലോ.
സോഫിയുടെ പേരല്ല അവിടെ കൊടുത്തത്, പകരം ഒരു പുരുഷൻ്റെ പേരാണ്, ലേ ബ്ലാങ്ക്. ലഗ്രാഞ്ചെ ശരിക്കും ഞെട്ടിപ്പോയി. അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കൽ പോലും ലേ ബ്ലാങ്ക് എന്ന പേരിൽ ഒരു മാത്തമാറ്റീഷ്യനെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. ആരോരും അറിയാതെ ഏതോ ഒരു കോണിൽ ഇരുന്നുകൊണ്ട് അയാൾ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളും എഴുതിയിരിക്കുന്നു, ഡിറൈവ് ചെയ്തെടുത്തിരിക്കുന്നു. ആ വ്യക്തിയെ ഒന്ന് നേരിൽ കാണണം. ലഗ്രാഞ്ചെ ഒരു മറുപടി കത്തയച്ചു. നേരിൽ കണ്ടേ മതിയാകൂ. സോഫിയുടെ മുമ്പിൽ മറ്റൊരു സൊല്യൂഷനും ഉണ്ടായിരുന്നില്ല. അവൾ പിടികൊടുക്കാൻ തീരുമാനിച്ചു. ലഗ്രാഞ്ചയുടെ മുമ്പിൽ പോയി കീഴടങ്ങി. ഞാനാണ് ആ ലേ ബ്ലാങ്ക്. ഞാൻ എഴുതിയ തിയറമാണ് താങ്കൾ കണ്ടത്. ലഗ്രാഞ്ചയ്ക്ക് അത് കണ്ടപ്പോൾ ദേഷ്യമോ അരിശമോ ഒന്നും തോന്നിയില്ല. അദ്ദേഹത്തിന് ശരിക്കും അത്ഭുതമാണ് തോന്നിയത്. ലേ ബ്ലാങ്ക് ഒരു പുരുഷനായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇത്രയും അത്ഭുതം തോന്നില്ല. കാരണം ലേ ബ്ലാങ്കിന് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ ഇത് സോഫിയാണ്, ഒരു സ്ത്രീയാണ്. കോളേജിൻ്റെ പടി പോലും കണ്ടിട്ടില്ലാത്ത ആ സ്ത്രീ എങ്ങനെയാണ് ഇത്രയും മികച്ച ഇക്വേഷൻസ് ഉണ്ടാക്കിയെടുത്തത്? ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ഒക്കെ എതിരെ അദ്ദേഹം പെരുമാറി. അദ്ദേഹം സോഫിയെ അദ്ദേഹത്തിൻ്റെ ശിഷ്യയായി ഏറ്റെടുത്തു. പിന്നീട് ഇവർ രണ്ടുപേരും ചേർന്ന് ഒരുപാട് പ്രബന്ധങ്ങൾ എഴുതിയുണ്ടാക്കി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോഫിയുടെ കാലഘട്ടം പിന്നീട് തുടങ്ങാൻ പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. സോഫി ജെർമെയിൻ പ്രൈം നമ്പറുകൾ തമ്മിലുള്ള ഒരു ബന്ധം കണ്ടെത്തി. പി എന്ന പേരുള്ള ഒരു പ്രൈം നമ്പർ. ആ പ്രൈം നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 1 കൊണ്ട് ആഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നത് മറ്റൊരു പ്രൈം നമ്പർ ആയിരിക്കും. എല്ലാ പ്രൈം നമ്പേഴ്സിനും ഇത് ബാധകമല്ല, പക്ഷേ ഇത് ബാധകമായിട്ടുള്ള പ്രൈം നമ്പേഴ്സ് ഉണ്ട്. ഈ പ്രൈം നമ്പേഴ്സ് പിന്നീട് സോഫി ജെർമെയിൻ പ്രൈം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. മുൻപ് നമ്മൾ പറഞ്ഞ ഫെർമാറ്റിൻ്റെ തിയറം ഉണ്ടല്ലോ, ഫെർമാറ്റ് പബ്ലിഷ് ചെയ്യാതെ പോയ, ആരോടും പറയാതെ പോയിരുന്ന ആ ഒരു സൊല്യൂഷൻ, ആ സൊല്യൂഷൻ്റെ ഒരു ഭാഗം ഇത് വെച്ചിട്ട് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. 100 താഴെയുള്ള സോഫി ജെർമെയിൻ പ്രൈം നമ്പർ എടുത്തു കഴിഞ്ഞാൽ ആ പ്രൈം നമ്പേഴ്സിനൊന്നും സൊല്യൂഷൻ കിട്ടത്തില്ല. മുമ്പ് ലിയോൺഹാർഡ് ഓയിലർ ഒരു പ്രൂഫ് കണ്ടെത്തിയിരുന്നല്ലോ, x³ + y³ = z³ ആണെങ്കിൽ അവിടെ എക്സിനും വൈക്കും ഇസഡിനും നാച്ചുറൽ നമ്പേഴ്സ് സൊല്യൂഷനായിട്ട് കിട്ടത്തില്ല. അതായത് 1, 2, 3, 4, 5 അങ്ങനെ പോകുന്ന നമ്പേഴ്സ് സൊല്യൂഷനായി കിട്ടത്തില്ല. പക്ഷേ ഇതൊക്കെ x³ + y³ = z³ മാത്രമേ ബാധകമാകത്തുള്ളൂ. x⁴ + y⁴ z⁴ ഇത് ബാധകമാകില്ല. അങ്ങനെ മുകളിൽ വരുന്ന അനേകം നമ്പറുകൾക്കൊക്കെ നമ്മൾ പ്രത്യേകം സൊല്യൂഷൻ കണ്ടെത്തണം. ഇതെത്ര കണ്ടെത്തിയാലും ജനറലി നമുക്കൊരു ഉത്തരം പറയാൻ സാധിക്കില്ല. കാരണം ആ എന്നിൻ്റെ സ്ഥാനത്ത് ഇൻഫൈനൈറ്റ് നമ്പേഴ്സ് കൊടുക്കാം. 1 ലക്ഷമോ 10 ലക്ഷമോ 100 കോടിയോ 10,000 കോടിയോ 1 ലക്ഷം കോടിയോ 1 കോടി കോടിയോ ഒക്കെ നമ്പേഴ്സിനുള്ള സാധ്യതകളുണ്ട്. അതിൽ ഓരോ നമ്പേഴ്സും എടുത്തിട്ട് ഇങ്ങനൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അവിടെയാണ് നമ്മുടെ സോഫി ജെർമെയിൻ ഒരു സൊല്യൂഷനുമായിട്ട് വന്നത്. ഇതിനെ x⁴n + y⁴n = z⁴n എന്നെടുക്കാം. എന്നിട്ട് ജനറലി അതിനെ സോൾവ് ചെയ്യാൻ പോകാം. അതിനെ മൊത്തത്തിൽ സോൾവ് ചെയ്യാൻ സോഫി ജെർമെയിന് അപ്പോൾ സാധിച്ചിട്ടില്ല. പക്ഷേ വളരെ നിർണായകമായിട്ടുള്ള ഒരു കണ്ടെത്തൽ സോഫി ജെർമെയിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. എന്നിൻ്റെ വാല്യൂ 100ന് താഴെയുള്ള കണ്ടീഷൻസ്, അതായത് 1 മുതൽ 99 വരെയുള്ള കണ്ടീഷൻസ്, ആ വാല്യൂസ് എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും പവറിൽ വരുമ്പോൾ എക്സിനും വൈക്കും ഇസഡിനും ഒരു രീതിയിലുള്ള നാച്ചുറൽ നമ്പേഴ്സും സൊല്യൂഷനായിട്ട് കിട്ടില്ല. അതവർ പ്രൂവ് ചെയ്തു. പിന്നെയും വർഷങ്ങൾ കുറേ മുന്നോട്ട് പോയി. 1908 എത്തി. ആ വർഷം ഈ ഒരു തിയറത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടൊരു വർഷമാണ്. ആ വർഷത്തിൽ ഒരു പ്രഖ്യാപനം നടന്നു. വളരെ ധനികനായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയലിസ്റ്റായ പോൾ വോൾസ്കേൽ ഒരു വലിയ പ്രഖ്യാപനം നടത്തി. ഫെർമാറ്റ്സ് ലാസ്റ്റ് ഇക്വേഷന് കൃത്യമായിട്ടുള്ള ഒരു പ്രൂഫ് ഉണ്ടാക്കിയെടുക്കുന്ന മാത്തമെറ്റീഷ്യന് 1,00,000 മാർക്ക് സമ്മാനമായിട്ട് കൊടുക്കും. 1,00,000 മാർക്ക് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഏകദേശം ഇന്നത്തെ 10 ലക്ഷം അമേരിക്കൻ ഡോളേഴ്സിന് തുല്യമാണ്. പക്ഷേ എന്തിനാണ് ഇത്രയധികം തുക മാത്തമെറ്റീഷ്യന് അദ്ദേഹം സമ്മാനമായിട്ട് കൊടുക്കുന്നത്? അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് 2 കഥകളുണ്ട്. അതിൽ ഒരെണ്ണം ഞാൻ ആദ്യം പറയാം. രണ്ടാമത്തെ കഥയോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്. കാരണം അത് കുറച്ചുകൂടെ യുക്തിക്ക് നിരക്കുന്നതാണ്. ഒന്നാമത്തെ കഥ അനുസരിച്ച് അദ്ദേഹത്തിന് വലിയൊരു ലവ് ഫെയിലിയർ ഉണ്ടായി. അദ്ദേഹം സുന്ദരിയായ ഒരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്തു. പക്ഷേ ആ പെൺകുട്ടി റിജക്റ്റ് ചെയ്തു. ആ മനോവിഷമത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ആത്മഹത്യ ചെയ്യാനുള്ള സമയം അദ്ദേഹം കുറിച്ചു വെച്ചു.
ആ രാത്രിയിൽ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ഒരു മാത്തമാറ്റിക്കൽ പുസ്തകം, ഒരു മാത്തമാറ്റിക്കൽ പേപ്പർ വായിക്കാൻ തീരുമാനിച്ചു. അത് ഏൺസ്റ്റ് ക്യുമറിൻ്റെ ഒരു പേപ്പറായിരുന്നു. അദ്ദേഹം കുറേയധികം വർഷങ്ങളോളം ഫെർമാറ്റിൻ്റെ തിയറം സോൾവ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അതൊക്കെ പരാജയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ തിയറംസൊക്കെ പരാജയപ്പെടാനുള്ള കാരണങ്ങൾ എന്താണെന്നാണ് ആ പേപ്പറിൽ വിശദീകരിച്ചിരുന്നത്. അത് വായിച്ചപ്പോൾ നമ്മുടെ പോളിന് അതിയായ ഒരാഗ്രഹം തോന്നി അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ. അദ്ദേഹം അവിടെ ഇരുന്ന് കിണഞ്ഞ് പരിശ്രമിച്ചു. അങ്ങനെ പരിശ്രമിച്ച് അദ്ദേഹം എഴുതി വച്ചിരുന്ന മരിക്കാനുള്ള സമയവും കഴിഞ്ഞു. പിന്നീട് അദ്ദേഹത്തിന് മരിക്കണമെന്ന് തോന്നിയില്ല. മരിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്തണമെന്ന് തോന്നി. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയധികം വലിയ തുക സമ്മാനമായിട്ട് പ്രഖ്യാപിച്ചത്. പക്ഷേ ഇതിനേക്കാൾ നമ്മുടെ യുക്തിക്ക് നിരക്കുന്നത് രണ്ടാമത്തെ സ്റ്റോറിയാണ്. രണ്ടാമത്തെ സ്റ്റോറി അനുസരിച്ച് പോളിന് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് രോഗമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പാർഷ്യലി പാരലൈസ്ഡ് ആണ്. ഒരു വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ചൊന്നും അദ്ദേഹം ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ കോടീശ്വരനാണ്. അദ്ദേഹത്തെ അങ്ങനെ വെറുതെ വിട്ടാൽ മതിയാകില്ലെന്ന് ബോധ്യം വന്ന അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ നിർബന്ധിച്ച് അദ്ദേഹത്തെ കൊണ്ട് സൂസന്നയെ വിവാഹം ചെയ്യിപ്പിച്ചു. സൂസന്ന അത്ര ധനികയൊന്നുമല്ല. സൂസന്നയ്ക്ക് പോളിനോട് വലിയ താല്പര്യവുമില്ല. സൂസന്നയുടെയും അവരുടെ ബന്ധുക്കളുടെയും ഒക്കെ കണ്ണ് അദ്ദേഹത്തിൻ്റെ സ്വത്തിലായിരുന്നു. അദ്ദേഹത്തിന് സൂസന്നയിൽ കുട്ടികളൊന്നും ഉണ്ടായില്ല. അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളൊക്കെ സൂസന്നയ്ക്കും സൂസന്നയുടെ ബന്ധുക്കൾക്കും കിട്ടുമെന്ന് പോളിന് നല്ല ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു വില്ലെഴുതി. അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളുടെ മൂല്യം വരുന്ന 1,00,000 മാർക്ക്, ആ കാലഘട്ടത്തിലെ മൂല്യമാണ്, ആ 1,00,000 മാർക്ക് ഫെർമാറ്റിൻ്റെ ലാസ്റ്റ് തിയറം പ്രൂവ് ചെയ്യുന്ന ആളുകൾക്ക് സമ്മാനമായിട്ട് കൊടുക്കും. അത് അദ്ദേഹം ഗോട്ടിംഗം അക്കാഡമി ഓഫ് സയൻസുമായിട്ട് ചേർന്നിട്ടാണ് പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഈ അക്കാഡമി ഓഫ് സയൻസ് ആണ് പണം കൊടുക്കുക. പിന്നീട് വലിയ മത്സരമാണ്. കാരണം 10 ലക്ഷം അമേരിക്കൻ ഡോളറിന് തുല്യമായിട്ടുള്ള പണമല്ലേ കിട്ടാൻ പോകുന്നത്. എല്ലാ മാത്തമാറ്റീഷ്യന്മാരും മത്സരിച്ച് പരിശ്രമിക്കാൻ തുടങ്ങി. പക്ഷേ ആർക്കും ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ സാധിച്ചില്ല. പിന്നെയും വർഷങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയി. 1963 ആൻഡ്രൂ മിൽസ് എന്ന ഒരു 10 വയസ്സുകാരൻ, അദ്ദേഹത്തിന് ലൈബ്രറിയിൽ വെച്ച് ഒരു പുസ്തകം കിട്ടി, E.T. ബെല്ലിൻ്റെ ദ ലാസ്റ്റ് പ്രോബ്ലം. ആ പുസ്തകത്തിൽ മുഴുവൻ പറഞ്ഞിരുന്നത് ഫെർമാറ്റ്സ് ലാസ്റ്റ് തിയറത്തെക്കുറിച്ചാണ്. അത് വായിച്ചപ്പോൾ വിൽസ് ശരിക്കും ഇംപ്രസ്ഡായി. അദ്ദേഹത്തിൻ്റെ ഡ്രീമായിട്ട് മാറി. അദ്ദേഹം എന്ന് പറഞ്ഞാൽ അന്ന് അദ്ദേഹത്തിന് വെറും 10 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്ന് ചിന്തിക്കണം. ആ 10 വയസ്സുകാരന് അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ടായി. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹം ടീച്ചറിനോടൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കും. പക്ഷേ മാത്സ് ടീച്ചേഴ്സ് ഒന്നും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചില്ല. ഇതിൻ്റെ സൊല്യൂഷൻ നമ്മളെ കൊണ്ടൊന്നും കണ്ടെത്താൻ സാധിക്കത്തില്ലെന്നാണ് അവർ പറഞ്ഞത്. പിന്നീട് സ്കൂൾ ജീവിതമൊക്കെ കഴിഞ്ഞ് ഒരു സർവകലാശാലയിൽ അദ്ദേഹം ജോയിൻ ചെയ്തു പഠിക്കാനായിട്ട്. അവിടെയും അദ്ദേഹം നിരന്തരമായി അദ്ദേഹത്തിൻ്റെ പ്രൊഫസേഴ്സിനോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരുന്നു. പ്രൊഫസേഴ്സ് അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തി. നീ ഇതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നിൻ്റെ ഭാവി തന്നെ പോവുകയാണ്. ഇത് പഠിച്ചതുകൊണ്ട് നിനക്ക് ഒരു രീതിയിലുള്ള പ്രയോജനവുമില്ല. നിനക്കതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കത്തില്ല. പകരം കൂടുതൽ സാധ്യതയുള്ള മാത്തമാറ്റിക്സിലെ മറ്റ് മേഖലകൾ നീ ഗവേഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ആദ്യഘട്ടങ്ങളിലൊന്നും അദ്ദേഹത്തിന് അതങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ പതിയെ അദ്ദേഹത്തിൻ്റെ പ്രൊഫസേഴ്സ് പറയുന്നതാണ് ശരിയെന്ന് ആൻഡ്രൂ വിൽസിന് തോന്നി. അങ്ങനെ ആൻഡ്രൂ വിൽസ് മാത്തമാറ്റിക്കിലെ മറ്റൊരു മേഖല ഗവേഷണത്തിന് വേണ്ടി തിരഞ്ഞെടുത്തു, എലിപ്റ്റിക് കർവ്സ്. എലിപ്റ്റിക് കർവ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹം പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം തിരഞ്ഞെടുത്തത് ശരിക്കും അദ്ദേഹം ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനായിരുന്നു എന്ന്. എലിപ്റ്റിക് കർവുമായി ബന്ധപ്പെട്ട് ഗവേഷണങ്ങൾ നടത്തുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു പ്രോബ്ലം കിട്ടിയത്. താരതമ്യേന എളുപ്പമുള്ള ഒരു കൺജക്ചറായിരുന്നു അത്, ടാനിയാമ ഷിമുറ കൺജക്ചർ. ഇത് സോൾവ് ചെയ്യുന്നതിനിടയിൽ അദ്ദേഹത്തിന് ഒരു കാര്യം ബോധ്യം വന്നു. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചിട്ട്, ആ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് മറ്റൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ആ ഡിഫിക്കൽട്ടായിട്ടുള്ള സൊല്യൂഷൻ മറ്റൊന്നുമല്ല, ഫെർമാറ്റ്സ് ലാസ്റ്റ് തിയറമാണ്. അതായത് അദ്ദേഹം ഇപ്പോൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവേഷണത്തിൻ്റെ ഫലം ഉപയോഗിച്ചുകൊണ്ട് വർഷങ്ങളായി അദ്ദേഹം സോൾവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. 1993 അദ്ദേഹം ടാനിയാമ ഷിമുറ കൺജക്ചർ സോൾവ് ചെയ്തു. ആ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന് ഫെർമാറ്റ്സ് ലാസ്റ്റ് തിയറത്തിൻ്റെ സൊല്യൂഷനും കണ്ടുപിടിക്കാൻ സാധിച്ചു.
അത് ശരിക്കും വളരെ സെൻസേഷനായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു. സമ്മാനത്തുക മാത്രമല്ല, ഏതാണ്ട് 300 വർഷമായി ലോകത്തിലെ അതിപ്രശസ്തരായിട്ടുള്ള ഗവേഷകർ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും നടക്കാൻ സാധിക്കാത്ത ഒരു കണ്ടെത്തൽ അദ്ദേഹം നടത്തിയിരിക്കുന്നു. ലോകത്തുള്ള സകല പ്രസ്സുകളും അദ്ദേഹത്തെ പാടിപ്പുകഴ്ത്തി. ആളുകൾ അദ്ദേഹത്തെ ഒരു അത്ഭുത മനുഷ്യനായി കണ്ടു. തങ്ങളെക്കാൾ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു മാത്തമെറ്റീഷ്യനെ നേരിട്ട് കാണാൻ ലോകത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള മാത്തമെറ്റീഷ്യൻസ് കിണഞ്ഞു പരിശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ പുറം ലോകത്തെ കാണിച്ചു കൊടുക്കാനായി കേംബ്രിഡ്ജിൽ 3 ദിവസങ്ങൾ നീണ്ടുനിന്ന ഒരു വർക്ക്ഷോപ്പ് അദ്ദേഹം അറേഞ്ച് ചെയ്തു. ആ വർക്ക്ഷോപ്പിൽ അദ്ദേഹത്തിൻ്റെ തിയറം ലോകത്തിൻ്റെ മുൻപിൽ പ്രകാശനം ചെയ്തു. എന്നാൽ അങ്ങനെ ഒരു വർക്ക്ഷോപ്പ് നടത്തിയതുകൊണ്ട് മാത്രം ആയില്ല. ഇത് ശരിക്കും പ്രസിദ്ധീകരിക്കണം. പ്രസിദ്ധീകരിച്ചാൽ മാത്രമാണ് അദ്ദേഹത്തിന് പണം കിട്ടുന്നത്. പ്രസിദ്ധീകരിച്ചാൽ മാത്രമാണ് ലോകമത് ശരിക്കും ഒരു തിയറമായിട്ട് അംഗീകരിക്കുന്നത്. വെറുതെ അങ്ങ് പ്രസിദ്ധീകരിക്കാൻ സാധിക്കത്തില്ല. ഒരു ജേണൽ കൊടുത്തു കഴിഞ്ഞാൽ വളരെ റിഗറസ് ആയിട്ടുള്ള പിയർ റിവ്യൂ ഉണ്ടാകും. അദ്ദേഹത്തെ പോലെയുള്ള അതേ മേഖലയിൽ തന്നെ ഗവേഷണം നടത്തുന്ന ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ റിവ്യൂവേഴ്സ് ആ പ്രബന്ധം വായിക്കും. അതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ എന്ന് ചികഞ്ഞ് നോക്കിക്കൊണ്ടേയിരിക്കും. ആ ചികയിൽ പിയർ റിവ്യൂവേഴ്സിന് ഒരു വലിയ മിസ്റ്റേക്ക് കണ്ടെത്താൻ സാധിച്ചു. ലോകത്തിൻ്റെ മുൻപിൽ ഒരു ഹീറോ പരിവേഷമായിരുന്നു ആ നിമിഷത്തിന് തൊട്ട് മുൻപ് വരെ വിൽസൺ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു റിജക്ഷൻ നടന്നതോടുകൂടി ലോകം അദ്ദേഹത്തെ കളിയാക്കാൻ തുടങ്ങി. അദ്ദേഹത്തെ പാടിപ്പുകഴ്ത്തിയ പ്രസ് തന്നെ അദ്ദേഹത്തെ ഒരു പരിഹാസ കഥാപാത്രമാക്കി മാറ്റി. നീണ്ട 10 വർഷക്കാലമായിരുന്നു അദ്ദേഹം ഈ ഗവേഷണത്തിന് വേണ്ടി ഉപയോഗിച്ചത്. ആളുകളൊക്കെ അദ്ദേഹത്തെ ഡീമോട്ടിവേറ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ പുറം ലോകത്തെ അറിയിച്ചില്ല. രഹസ്യമായിട്ട് ഒരു അടഞ്ഞ മുറിയിലാണ് ഗവേഷണങ്ങളുമായിട്ട് മുന്നോട്ട് പോയത്. ആ കാലഘട്ടങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. മറ്റു സമയങ്ങളിലൊക്കെ അദ്ദേഹം ഗവേഷണത്തിൽ തന്നെയായിരുന്നു. പക്ഷേ ആ 10 വർഷക്കാലം അദ്ദേഹം വേസ്റ്റ് ചെയ്തത് ഇത്തരത്തിൽ ഒരു വലിയ തെറ്റെഴുതി ഉണ്ടാക്കാനാണെന്ന് ബോധ്യം വന്നപ്പോൾ അദ്ദേഹത്തോട് തന്നെ ദേഷ്യം തോന്നി. പക്ഷേ ആ തെറ്റ് തിരുത്താൻ സാധിച്ചാലോ? ഒരു 10 വർഷമല്ലേ അതിനുവേണ്ടി ശ്രമിച്ചത്. ഇനി 1 വർഷം കൂടെ ഒന്ന് ശ്രമിച്ചാലോ? അതിലൂടെ ഇത് തിരുത്തുകയാണെങ്കിൽ ഈ കളിയാക്കുന്ന ആളുകളൊക്കെ വീണ്ടും അദ്ദേഹത്തെ പാടിപ്പുകഴ്ത്താൻ തുടങ്ങും. അങ്ങനെയാണ് വീണ്ടും അദ്ദേഹം ഗവേഷണങ്ങൾ ആരംഭിക്കുന്നത്. അതിലുള്ള തെറ്റെന്താണെന്ന് മനസ്സിലാക്കാനായി അദ്ദേഹം നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു. ആ തെറ്റ് തിരുത്താൻ എന്ത് മെത്തഡോളജിയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹം നിരന്തരമായി ചിന്തിച്ചുകൊണ്ടേയിരുന്നു. പല മാത്തമെറ്റിക്കൽ ഡെറിവേഷൻസും എഴുതിയുണ്ടാക്കി. ഒടുവിൽ അതൊക്കെ ചുരുട്ടിക്കൂട്ടി അദ്ദേഹം ദൂരെ കളഞ്ഞു. ഒടുവിൽ 1 വർഷം കഴിഞ്ഞു. 1994 ആ ഘട്ടമായപ്പോഴേക്കും അദ്ദേഹം ഏതാണ്ട് മടുത്തിരുന്നു. ഇത് തന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ലെന്ന് ബോധ്യമുണ്ടായി. പൂർണ്ണമായിട്ടും ഇതങ്ങ് ഉപേക്ഷിക്കാം. പക്ഷേ ഉപേക്ഷിക്കുന്നതിന് തൊട്ട് മുമ്പ് അവസാനമായി ഒന്നുകൂടെ ഈ ചിതറിക്കിടക്കുന്ന ആ സൊല്യൂഷനിലൂടെ ഒന്ന് കടന്നു പോകണം. അദ്ദേഹം കടന്നു പോകുന്നതിനിടയിൽ മുമ്പെപ്പോഴോ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പിന്നീട് തള്ളിക്കളഞ്ഞ ഒരു മെത്തഡോളജി അദ്ദേഹം അവിടുത്തെ തെറ്റ് തിരുത്താൻ വേണ്ടി ഒന്ന് പ്രയോഗിച്ചു നോക്കി. അതുവരെ ഉണ്ടായിരുന്ന സകല തെറ്റുകളും ഇപ്പോൾ ശരിയായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രൂഫിൽ ആ മാറ്റം അദ്ദേഹം നേരിട്ട് കണ്ടു. അത് കണ്ടതോടുകൂടി അദ്ദേഹത്തിന് കരയാതിരിക്കാൻ സാധിക്കില്ലായിരുന്നു. ശരിക്കും ആ മനുഷ്യൻ തകർന്നുപോയി. മുമ്പ് കരഞ്ഞതും വിഷമിച്ചതുമൊക്കെ അദ്ദേഹത്തിൻ്റെ തെറ്റിനെക്കുറിച്ച് ഓർത്താണെങ്കിൽ ഇപ്പോൾ കരയുന്നത് അദ്ദേഹത്തിൻ്റെ തെറ്റിനെക്കുറിച്ച് ഓർത്തിട്ടല്ല, അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടിനെക്കുറിച്ച് ഓർത്താണ്. വർഷങ്ങൾ നീണ്ട കഷ്ടപ്പാടുകൾക്കൊടുവിൽ അദ്ദേഹത്തിന് അത് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിരിക്കുന്നു. കളിയാക്കിയ ആളുകളെ കൊണ്ട് തിരുത്തി പറയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചിരുന്ന ആ പണം അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചു. പക്ഷേ അപ്പോഴേക്കും അതിൻ്റെ മൂല്യം ഒരുപാടങ്ങ് കുറഞ്ഞു പോയിരുന്നു. പ്രഖ്യാപനം നടക്കുന്ന സമയത്ത് മാർക്ക് ശക്തമായിട്ടുള്ള ഒരു നാണയമായിരുന്നു. പക്ഷേ ലോകമഹായുദ്ധങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അതങ്ങ് ശോഷിച്ചു പോയി. അമേരിക്കൻ ഡോളറിൻ്റെ വില അതിശക്തമായിട്ട് കുതിച്ചുയർന്നു. അതുകൊണ്ട് തന്നെ അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ മാർക്കിൻ്റെ തുല്യമായിട്ടുള്ള മൂല്യമെന്ന് പറയുന്നത് ഇന്നത്തെ ഏതാണ്ട് 50,000 അമേരിക്കൻ ഡോളേഴ്സ് മാത്രമായിരുന്നു. അതൊരു ചെറിയ സംഖ്യയൊന്നുമല്ല. പക്ഷേ 10 ലക്ഷം അമേരിക്കൻ ഡോളറുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമില്ല. എന്നാൽ ആൻഡ്രൂ വിൽസനെ അത് ഒരു രീതിയിലും ബാധിക്കുന്ന കാര്യമല്ല. കാരണം പണത്തിനു വേണ്ടിയല്ല അദ്ദേഹം പോരാടിയത്. അദ്ദേഹത്തിൻ്റെ ഡ്രീം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടാണ്. വെറും 10 വയസ്സ് മാത്രം ഉണ്ടായിരുന്നപ്പോഴുള്ള ഡ്രീം അദ്ദേഹത്തിൻ്റെ അവസാന നാളുകൾ യാഥാർത്ഥ്യമാക്കി. അങ്ങനെ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള മാത്തമെറ്റീഷ്യന്മാരിൽ ഒരാളായി ആൻഡ്രൂ വിൽസ് മാറി. ആൻഡ്രൂ വിൽസിൻ്റെ ജീവിതം
എല്ലാവർക്കുമുള്ള ഒരു പാഠമാണ്. നമുക്കെല്ലാവർക്കും ഡ്രീമുകളുണ്ടാകും. കുഞ്ഞിലേ ഉള്ള ഡ്രീമുകൾ, അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രായമാകുമ്പോഴുള്ള ഡ്രീമുകൾ. അതൊക്കെ യാഥാർത്ഥ്യമാക്കാനായി നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ആളുകൾ കളിയാക്കും, നിന്നെക്കൊണ്ടിത് പറ്റില്ല, നീ ഇത് ഉപേക്ഷിച്ച് വേറെന്തെങ്കിലും പണിക്ക് പോകുമെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ അധിക്ഷേപിക്കും. നീ ഒരു വിഡ്ഢിയാണ്, നിനക്കൊരു ശാസ്ത്രപ്രബന്ധം പോലും വായിക്കാൻ അറിയത്തില്ല, എങ്ങനെ വായിക്കണമെന്ന് നിനക്ക് ധാരണയില്ല, നിന്നെ കാണുമ്പോൾ തന്നെ കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കണമെന്നൊക്കെ പറഞ്ഞ് പല ആളുകളും നിങ്ങളെ അധിക്ഷേപിക്കും. നിങ്ങളൊരു മരമണ്ടനാണെന്ന് പറയും. പക്ഷേ നിരന്തരമായി പോരാടിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞുതരാം. ആ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ റേറ്റ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.